ഹലോ, എല്ലാവർക്കും റിജൈന മല്ലൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിലെ ഫിൽറ്റർ പൈപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫിൽറ്റർ പൈപ്പിന് ചെറിയൊരു ലീക്ക്. ഇവിടെ ആണെങ്കിൽ നമ്മളൊരു പ്ലംബിംഗ് വർക്കിന് ആളുകളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ്. അപ്പം ഞാൻ ഓർത്തു ഞാൻ തന്നെ അതങ്ങ് ഫിക്സ് ചെയ്തേക്കാവുന്ന. സോ അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എങ്ങനെ അത് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, സോ ഇതാണ് അപ്പം നമ്മുടെ കിച്ചൺ സിങ്ക്. ഇതാണ് നമ്മുടെ മെയിൻ പൈപ്പ്. അതിന് കുഴപ്പമൊന്നുമില്ല. അതേ കണ്ട ഞാൻ ഓൺ ആക്കിയിട്ട് അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത പാർട്ട് നമ്മുടെ ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. അത് നോക്കിക്കോ, ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ഇങ്ങനെ കഴുകി എടുത്തിട്ട് നമുക്ക് വെള്ളം കുടിക്കാം. സോ അതിനും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഫിൽറ്റർ പൈപ്പ് ഇതാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ, കാണാം. ഇത് കണ്ടോ, ഇവിടെ ഒരു റസ്റ്റായി, ഈ താഴത്തും റസ്റ്റായി. ഇത് നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഈ ഹാൻഡിലിന്റെ പെയിന്റ് പോയി. ഇപ്പം ഞാൻ ഇത് ഓൺ ആക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം അതിന്റെ ലീക്ക്. ശരി, അതെ കണ്ടോ, ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളിയായിട്ട് ഇവിടെ വെള്ളം വരുന്ന കണ്ടോ, നല്ല ലീക്കുണ്ട്. സോ അതാണ് ഞാൻ ഇന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. സോ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോൺ വഴി അതൊരു പുതിയ പൈപ്പ് ഓർഡർ ചെയ്തായിരുന്നു. അതാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ പുതിയ പൈപ്പ്. കണ്ടോ, ഇനി നമ്മളിത് പഴയത് മാറ്റിയിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ പോവാണേ. നോക്കിക്കേ, ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു പൈപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിനെക്കാട്ടി ഇച്ചിരും കൂടെ പൊക്കം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുണ്ട്. പിന്നെ നമ്മളിത് ഇതാണ് പാർട്സ്. നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ ഒരു ബേസ്. സോ അതുപോലെ തന്നെ ഒരു ബേസ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് ഇടുക. പിന്നെ അതിനൊരു വാഷറുണ്ട്. അതും നമ്മൾ ഇങ്ങനെ അടിയിലോട്ട് ഇട്ട് കൊടുക്കുക. സോ മുകളിലത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്രയും ഭാഗമുള്ളല്ലോ മുകളിൽ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ആ ഹോളിലേക്ക് ഇതങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് രണ്ട് പാർട്സും കൂടെ ഉണ്ട്. ഇത് നമുക്ക് എന്താ, ഇതൊരു വാഷറാണ്. പിന്നെ ഇത് അതിന്റെ താഴത്തെ മുറുക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇതിനകത്ത് വെച്ചിട്ട് അടിയിൽ കൂടെ ഇതും കൂടി ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ കണ്ടു, ഇവിടാണ് നമ്മുടെ ഫിൽറ്ററിന്റെ ട്യൂബ് കണക്ട് ചെയ്യുന്നത്. സോ അത്രേ ഉള്ളു കാര്യം. ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക, താഴേന്ന് മുറുക്കുക, ട്യൂബ് ഇടുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം താഴത്തെ ട്യൂബ് എങ്ങനെ ഇരിക്കുന്നതെന്ന്. നമ്മുടെ സിങ്കിന് താഴെയുള്ള ഫിൽട്രേഷൻ സിസ്റ്റം. ഇത് നമ്മുടെ ഫിൽറ്റർ ടാങ്ക്. പിന്നെ ഈ കാണുന്ന ട്യൂബ് കണ്ടോ, ഈ ട്യൂബാണ് നമ്മുടെ മുകളിലിരിക്കുന്ന ഫിൽറ്റർ പൈപ്പിന്റെ എൻഡിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ട്യൂബ് നമ്മുടെ ലീക്കുള്ള പൈപ്പിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് പുതിയത് വെക്കാൻ പോവാണ്. നമ്മുടെ പഴയ പൈപ്പ് ഊരിയെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ പുതിയ പൈപ്പ് ഇങ്ങനെ എടുത്തിട്ട് മുമ്പേ ഞാൻ നിങ്ങളെ പാർട്സ് കാണിച്ചപ്പം ഒരു പാർട്ട് കാണിച്ചില്ലായിരുന്നു. ഇതാണ് കണക്ടർ എന്ന് പറയും. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരെൻഡ് നമ്മൾ ഈ പൈപ്പിലേക്കും ഇതിന്റെ മറ്റേ എൻഡ് നമ്മൾ ഫിൽറ്ററിൽ നിന്ന് വരുന്ന ട്യൂബിലേട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. ഇതൊരു ഭയങ്കര എളുപ്പമാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. ചിലർക്കൊക്കെ ഇതൊരു കൺഫ്യൂസിങ് ആ. സോ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. കണ്ടോ, നമ്മൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ പൈപ്പ് ഇതിനകത്തിലേക്ക് ഇങ്ങനെ കേട്ടോ, ഒരു സൗണ്ട് കേട്ടോ, ടിക്കുന്നൊരു സൗണ്ട് കേട്ടോ. അതാണ് അതിന്റെ ലോക്ക്. ഇനി നമ്മൾ ഇങ്ങനെ വലിച്ച ഇത് ഊരി വരത്തില്ല. ഇനിയിപ്പം നമുക്കിതൊന്ന് ഊരണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ കണ്ടോ, അതിൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി. കണ്ടോ, ഈസി ആയിട്ട് ഇങ്ങനെ പോരും. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ ലോക്ക്. നീ ഊരണമെങ്കിൽ സിമ്പിൾ. കണ്ടോ, ഒന്ന് ഈ ബ്ലൂവിലൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് താഴോട്ട് വലിച്ചാൽ മതി. നമ്മൾ ഫൈനലായിട്ട് ഈ പൈപ്പ് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ എനിക്ക് മുകളിൽ വെച്ചിട്ട് ഇത് കാണിക്കാൻ ഇച്ചിരി പാടാ. കാരണം നമുക്ക് ഈ ഉള്ളിലോട്ട് കയറി വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഈ വെളിയിൽ വെച്ച് കാണിക്കുന്നത്. സോ ഇത് നമ്മൾ ആദ്യം കാണിച്ച പോലെ മണ്ടയ്ക്കൂന്ന് ഇങ്ങനെ ആ ഹോളിൽ കൂടി ഇങ്ങനെ ഇറക്കി വെക്കുന്ന പാർട്ട്. എന്നിട്ട് നമ്മൾ ഇതിട്ട് ടൈറ്റ് ചെയ്യുക. ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കണക്ടർ എടുക്കുക. മുമ്പേ കാണിച്ചതുപോലെ തന്നെ കണ്ടോ ലോക്ക്. എന്നിട്ട് ഈ എൻഡിലേക്ക് നമ്മുടെ ഈ ട്യൂബ് ഉണ്ടല്ലോ, ഫിൽറ്ററിൽ നിന്ന് വരുന്ന ട്യൂബ് അങ്ങോട്ട് കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഞാനിത് വെച്ച് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിക്കാം. ഫൈനലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തത്. ലീക്കൊന്നുമില്ല. തുറന്ന് കാണിക്കാം. കണ്ടോ, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ എനിക്കറിയത്തില്ല നാട്ടിലെ സിസ്റ്റം ഇതാണോ എന്ന് അത്ര ഉറപ്പില്ല. പക്ഷേ യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കൻ കൺട്രീസിലും ഒക്കെ ഈ സെയിം സിസ്റ്റം തന്നെ. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പിന്നെ ഇത് ചെയ്യാൻ ഒത്തിരി സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിനകത്ത് നമുക്കിത് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളെ ഈ താഴത്തെ ഇതും കൂടെ ഞാൻ മുറുക്കിയതൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഉള്ളിലോട്ട് പോയി ആ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്, കാണാൻ പറ്റത്തില്ല, അവിടെ ഭയങ്കര ഇരുട്ടായിരിക്കും. എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ചാനൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്കറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ ബൈ.